ഓക്കെ. വന്ന സമയത്ത് എനിക്ക് കൈ പൊക്കത്തില്ലായിരുന്നു, ഈ കൈ ഒട്ടും പൊക്കത്തില്ലായിരുന്നു. അതുപോലെ തന്നെ ജോയിൻസിനെല്ലാം നല്ല നീരൊക്കെ ആയിരുന്നു. കൈ വണക്കാനും വിരലിന് നല്ല നീരായിരുന്നു. രാവിലെ സമയങ്ങളിലൊക്കെ നീര് വെച്ച് നല്ല ഇതായിട്ടായിരുന്നു. പിന്നെ ഈ സ്റ്റെപ്പൊന്നും കയറത്തില്ലായിരുന്നു കാലുകൊണ്ട്. അങ്ങനെ വളരെ ബുദ്ധിമുട്ടായിട്ട് ഞാൻ ആ ദിവസങ്ങളിൽ 2 മാസത്തോളത്തിൽ കൂടുതലായി ഞാനങ്ങനെ കഴിയുകയായിരുന്നു. സ്റ്റെപ്പൊന്നും കയറാനോ ഇറങ്ങാനോ വയ്യാതെ ജോലികളൊന്നും ചെയ്യാൻ കഴിയാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇവിടുത്തെ മേധ ഹോസ്പിറ്റലിനെ കുറിച്ചൊക്കെ ആയിട്ട് പറഞ്ഞത്. അങ്ങനെയാണ് ഇവിടെ വന്നത്. ഇപ്പോൾ എന്തൊക്കെ മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്? ഇപ്പോൾ എനിക്ക് ഒത്തിരി വ്യത്യാസമുണ്ട്. എല്ലാം മിക്കവാറും എല്ലാം നല്ല ആരോഗ്യമായി. കൈ നല്ലതായിട്ട് ഇങ്ങനെ പൊക്കുകയും താക്കുകയും ചെയ്യാം, ഒരു കുഴപ്പമില്ല. നീരുകളെല്ലാം എല്ലാ ജോയിൻസിൻ്റെ നീരുകൾ കുറഞ്ഞു. കാലിന് സ്റ്റെപ്പ് കയറി ഇറങ്ങുകയും ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല. നല്ല വ്യത്യാസമായി. ആദ്യമേ നമ്മൾ പൊടിക്കിഴിയാണല്ലോ എടുത്തത്. അതെ. അപ്പോൾ എന്ന് മുതലാണ് മാമിൻ്റെ ഒരു ചേഞ്ച് ഫീൽ ചെയ്ത് തുടങ്ങിയത്? എനിക്ക് പൊടിക്കിഴി എടുക്കാൻ തുടങ്ങിയപ്പോൾ മുതലേ നല്ല വ്യത്യാസം വരാൻ തുടങ്ങിയായിരുന്നു. 2ാം ദിവസം മുതൽ നല്ല വ്യത്യാസമുണ്ട്. വളരെ പ്രയോജനമാണ് പൊടിക്കിഴി എനിക്ക് ചെയ്തത്. ഒത്തിരി വ്യത്യാസമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ധാര കോരി അതിനും വ്യത്യാസമുണ്ട്. അതിൽ പിന്നെ ഇത് ഇലക്കിഴി അതിന് നല്ല വ്യത്യാസം വന്നു. ഇലക്കിഴിയൊക്കെ തുടങ്ങിയപ്പോഴത്തേനും എനിക്ക് വ്യത്യാസം പൂർണ്ണമായിട്ടാകാൻ തുടങ്ങിയായിരുന്നു. നല്ല രീതിയിൽ അവർ ഇലക്കിഴിയിടുകയും തിരുമ്പുകയും ഒക്കെ ചെയ്തു. ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ നല്ല രീതിയിൽ അവർ ചെയ്തു. വളരെ എനിക്ക് പ്രയോജനമായിരുന്നു. നല്ല രീതിയിൽ അവർ സഹകരിച്ചു. നല്ല ഡോക്ടർ ചെയ്ത അനുശ്രീ ഡോക്ടർ ചെയ്ത ട്രീറ്റ്മെൻറ്റ് എനിക്ക് വളരെ പ്രയോജനപ്പെട്ടു. സ്റ്റാഫൊക്കെ നല്ല സ്നേഹമായ ഇടപെടലായിരുന്നു. ഞങ്ങൾക്ക് സന്തോഷം, ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന വീട്ടമ്മമാരൊക്കെ ഇവിടെ വന്നിങ്ങനെ തിരുമണമെന്ന് ഞാൻ പലരോട് പറയുന്നുണ്ട്. പലരോട് പറഞ്ഞു, ഞങ്ങളിപ്പോൾ പലരോട് പറഞ്ഞു പലരും വരും. എൻ്റെ വ്യത്യാസം കണ്ടുകൊണ്ട് പലരും എന്നോട് ചോദിച്ചു. അങ്ങനെ പലരും വരും, ഇവിടെ കിടന്ന് വരും ദിവസങ്ങളിൽ. ഓക്കെ, അത് എല്ലാത്തിനും വളരെ താങ്ക്സ്. വളരെ താങ്ക്സ്. ഇനിയും ഞങ്ങൾ മുന്നോട്ടും എന്തിനെല്ലാം ആവശ്യത്തിനൊക്കെ ഇവിടെ വരണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, ഈ പ്രസ്ഥാനത്തെ വളരെ മുന്നോട്ട് വളരെ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുപോകട്ടെ. സ്റ്റാഫിനോട്